ഹലോ, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 1001 രാത്രിയിലെ 36ാമത്തെ കഥയുടെ 2ാം ഭാഗമാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. കഥ ഷണ്ടൻ കാഫൂർ പറഞ്ഞ കഥ. വർഷത്തിൽ പുതുമയുള്ള ഒരു നുണ മാത്രം പറയുന്ന ആ അടിമ പറഞ്ഞുകൊണ്ടിരുന്ന ആ വലിയ നുണയാണല്ലോ കഴിഞ്ഞ ഭാഗത്ത് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. തുടർന്ന് കേട്ടോളൂ. തൻ്റെ യജമാനൻ്റെ വീട്ടിൽ മനുഷ്യരും മൃഗങ്ങളും എന്ന് വേണ്ട ഇനി ആരും ജീവിച്ചിരിപ്പില്ല എന്നുള്ള ആ പുതുമയുള്ള നുണ കേട്ട് യജമാനൻ്റെ കണ്ണുകളിൽ ഇരുട്ട് പരന്നു. കൈകാലുകൾ തളർന്ന് അദ്ദേഹം നിലത്തിരുന്നു. പിന്നെ സ്വന്തം മുഖം മാന്തി കീറി തലമുടി വലിച്ചു പിഴുത് തലപ്പാവ് തെട്ടി ദൂരെ എറിഞ്ഞ് എൻ്റെ ഭാര്യ, എൻ്റെ പൊന്നുമക്കൾ, അവരെവിടെ പോയി എന്നിങ്ങനെ വിലപിച്ചു കൊണ്ടിരുന്നു. മദ്യപിച്ച് ലക്ക് കെട്ടവനെ പോലെ ആടി ആടി അദ്ദേഹം വീട്ടിലേക്ക് നടന്നു. വിരുന്നിനെത്തിയവരും സ്നേഹിതരും ബന്ധുക്കളും എന്ന് വേണ്ട എല്ലാവരും അദ്ദേഹത്തെ അനുഗമിച്ചു. കുറച്ചു ദൂരം ചെന്നപ്പോൾ മറ്റൊരു സംഘം കരഞ്ഞുകൊണ്ട് എതിരെ വരുന്നതാണ് കണ്ടത്. മുന്നിൽ കുതിരപ്പുറത്ത് ന്യായാധിപനും തൊട്ടു പിന്നിൽ നാട്ടുകാരും അടങ്ങുന്ന ആ സംഘം അടുത്തെത്തിയപ്പോൾ യജമാനൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കണ്ടു, മക്കളെ കണ്ടു. അവരെ കണ്ട് ഒരു ഭ്രാന്തനെ പോലെ ചിരിക്കാൻ തുടങ്ങി. അവർ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. കുട്ടികളുടെ അച്ഛന് ഒന്നും പറ്റിയില്ലല്ലോ, അച്ഛനെ ദൈവം രക്ഷിച്ചു എന്നിങ്ങനെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾക്കിടയിൽ യജമാനൻ ചോദിച്ചു, നിങ്ങൾക്കൊന്നും കുഴപ്പമില്ലല്ലോ, വീടിനെന്തു പറ്റി? അങ്ങയെ ജീവനോടെ കണ്ടത് മഹാഭാഗ്യം, ഭാര്യ പറഞ്ഞു. കാഫൂർ പറഞ്ഞത് കേട്ട് ഞാൻ വല്ലാതെ പേടിച്ചു പോയി. മതിലിടിഞ്ഞു വീണപ്പോൾ അങ്ങ് അതിനടിയിലായി പോയോ? മതിലിടിഞ്ഞെന്നോ? ആര് പറഞ്ഞു? യജമാനൻ ചോദിച്ചു. കാഫൂർ വന്ന് പറഞ്ഞതാണ്. ദൈവമേ, അവൻ എന്നോട് പറഞ്ഞത് വീടിടിഞ്ഞ് നിങ്ങളെല്ലാം മരിച്ചു പോയെന്നാണല്ലോ. അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോൾ അടുത്തിരുന്ന് ഉറക്കെ നിലവിളിക്കുന്ന എന്നെയാണ് കണ്ടത്. കൂത്തിച്ചി മോനെ, നായെ, കള്ളഹാമുക്കെ, ചെകുത്താന്റെ സന്താനമേ, നീ ഞങ്ങളെയെല്ലാം ഇങ്ങനെ വിഷമിപ്പിച്ചതെന്തിന്? നിന്നെ ഞാനിന്ന് അടിച്ച് തൊലിയൊരിക്കും, 100 കഷ്ണമായി വെട്ടി നുറുക്കും. തെല്ലും ഭയപ്പെടാതെ ഞാൻ പറഞ്ഞു, അത് മനസ്സിൽ വിചാരിച്ചാൽ മതി. എനിക്കിങ്ങനെയൊരു തകരാറുണ്ടെന്നറിഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾ എന്നെ വിലയ്ക്ക് വാങ്ങിയത്? കൊല്ലത്തിലൊരിക്കൽ ഒരു നുണ ഞാൻ പറയുമെന്ന് നിങ്ങൾക്കറിയാം. ഇതേ പാതിയേ ആയിട്ടുള്ളൂ, പാതി ഇനി ഒരവസരത്തിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാ. എടാ കറുത്ത പിശാചെ, ഇതുപോരെ? ഇനിയുമുണ്ടെന്നോ? നിന്നെ എനിക്ക് വേണ്ട, എവിടെയെങ്കിലും പോയി തുലയോ. എന്നെ വേണ്ടെന്നോ? അത് നടപ്പില്ല. 1 വർഷം തികയാതെ ഞാനെങ്ങും പോകുന്നില്ല. 1 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ വിലയ്ക്ക് കൊടുക്കാം. അതുവരെ പറഞ്ഞയക്കാൻ സാധ്യമല്ല. അതാണ് നിയമം. എനിക്ക് മറ്റൊരു തൊഴിലും വശമില്ലതാനും. ഈ സമയം ന്യായാധിപനും മറ്റുള്ളവരും ഞങ്ങൾക്ക് ചുറ്റും കൂടി. എൻ്റെ പ്രകടനം ഒരു നുണയുടെ പകുതിയേ ആയിട്ടുള്ളൂ എന്ന് കേട്ട് അവരെന്നെ ശപിച്ചു. പക്ഷേ ഞാൻ ഒട്ടും കൂസാതെ ചിരിച്ചുകൊണ്ട് നിന്നു. ഈയൊരു തകരാറുണ്ടെന്നറിഞ്ഞല്ലേ വാങ്ങിയത്, ഇനി എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒടുവിൽ ഞങ്ങൾ യജമാനൻ്റെ വീട്ടിലെത്തി. വീടിരുന്ന സ്ഥാനത്ത് ഒരു മൺകൂന മാത്രം അവശേഷിച്ചിരുന്നു. അത് എൻ്റെ പണിയാണെന്ന് യജമാനത്തി ഭർത്താവിനോട് പറഞ്ഞതിൽ അല്പം അതിശയോക്തി ഉണ്ടായിരുന്നു. പക്ഷേ യജമാനൻ വീണ്ടും എന്നോട് ക്ഷോഭിച്ചു. നായിൻ്റെ മോനെ, ഇത് പാതി നുണയാണെങ്കിൽ മുഴുവൻ നുണയുടെ ഫലം എന്തായിരിക്കും? 2 പട്ടണങ്ങളെങ്കിലും നീ നശിപ്പിച്ചു കളയുമല്ലോ. യജമാനൻ ഒരു വടിയെടുത്ത് എന്നെ തല്ലി ചതച്ചു. എൻ്റെ ബോധം നശിക്കുന്നത് വരെ തല്ലി. ഒരു ക്ഷുരകനെ വരുത്തി ബോധരഹിതനായ എൻ്റെ ജനനേന്ദ്രിയങ്ങൾ മുറിച്ച് ഷഡ്ഡനാക്കി. ചുട്ടുപഴുത്ത ഇരുമ്പ് കമ്പി കൊണ്ട് മുറിവ് പൊള്ളിച്ചു. വളരെ നേരം കഴിഞ്ഞ് ഞാൻ കണ്ണു തുറന്നപ്പോൾ യജമാനൻ പറഞ്ഞു, എനിക്ക് പ്രിയപ്പെട്ടതെല്ലാം നീ നശിപ്പിച്ചു, നിനക്ക് പ്രിയപ്പെട്ടതിനെ ഞാനും നശിപ്പിച്ചു കളഞ്ഞു. എന്നിട്ട് അയാൾ എന്നെ ചന്തയിൽ കൊണ്ടുപോയി വിറ്റു. ഷഡ്ഡനായതുകൊണ്ട് കൂടുതൽ വില കിട്ടി. അന്നു മുതൽ എനിക്ക് നിരവധി യജമാനന്മാരുണ്ടായി. ഓരോരുത്തർക്കും കഴിവുള്ളിടത്തോളം പ്രശ്നങ്ങൾ ഞാൻ ഉണ്ടാക്കി. ഒരു വ്യാപാരിയിൽ നിന്ന് മറ്റൊരു വ്യാപാരിയിലേക്ക്, ഒരു പ്രഭുവിൽ നിന്ന് മറ്റൊരു പ്രഭുവിലേക്ക് കൈമാറി അവസാനം ഞാൻ ബാഗ്ദാദിലെ ഖലീഫയുടെ ഉടമസ്ഥതയിലായി. എൻ്റെ പഴയ ശക്തിയും ഉന്മേഷവുമെല്ലാം ഇപ്പോൾ നഷ്ടമായെന്ന് തോന്നുന്നു. ഇതാണ് സഹോദരന്മാരെ എൻ്റെ കഥ. നിങ്ങൾക്ക് ശാന്തിയുണ്ടാകട്ടെ. കഥ കേട്ടുകഴിഞ്ഞ് മറ്റ് 2 പേരും അയാളെ കളിയാക്കി. തമ്മാടി,
നീ ഒരു ഭയങ്കര നുണയൻ തന്നെ. അപ്പോൾ ബുക്കായത്ത് എന്ന മൂന്നാമത്തെ നീഗ്രോ അയാളുടെ കഥ പറഞ്ഞു. ബുക്കായത്ത് പറഞ്ഞ കഥ കേൾക്കാൻ കാത്തിരുന്നോളൂ. ഞാൻ വരാം ഉടൻ തന്നെ.